ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവൻ ഞങ്ങളെയും കൊല്ലും. കോഴിക്കോട് താമരശ്ശേരിയിലെ ഷിബിലിയുടെ മാതാപിതാക്കൾ ഭയത്തോടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. മകൾ കൺമുന്നിൽ പിടഞ്ഞു മരിക്കുന്നത് നേരിൽ കാണേണ്ടി വന്ന ആ അച്ഛനും അമ്മയ്ക്കും ആ ശപിക്കപ്പെട്ട ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഉള്ളിൽ പേടിയാണ്. യാസിറിനൊപ്പം നിൽക്കാൻ താല്പര്യമില്ലെന്ന് ഷിബില കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. പോലീസിന് മുന്നിൽ പരാതി നൽകിയതാണ്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ ആ പരാതി ഗൗനിച്ചില്ല. യാസിറുമായി ഒത്തുതീർപ്പ് നടത്താമെന്നാണ് പറഞ്ഞത്. പോലീസ് സംയോജിതമായി നടപടിയെടുത്തിരുന്നുവെങ്കിൽ മകളുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്ന് കുടുംബം പ്രതികരിച്ചു. കുടുംബത്തിൻ്റെ ആരോപണത്തിന് പിന്നാലെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI നൌഷാദിനെ സസ്പെൻഡ് ചെയ്തു. യാസിറിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ശേഷം വീട്ടിൽ തിരിച്ചെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് പോലീസിനെതിരെ ഷിബിലയുടെ കുടുംബം ആഞ്ഞടിച്ചത്. യാസിറിന്റെ ക്രൂരമർദ്ദനങ്ങളും ലഹരി ഉപയോഗവും അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഷിബില നൽകിയ പരാതിയിൽ പോലീസ് നടപടിയെടുത്തെങ്കിൽ മകൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്ന് ഷിബിലയുടെ പിതാവ് പറഞ്ഞു. അങ്ങനെ വിളിച്ച സ്റ്റേഷനിലേക്ക് വിവരറിയിച്ചു. യാതൊരു റിസൾട്ടുമില്ലായി. പിന്നെ ഒരുപാട് തവണ ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരതിനെപ്പറ്റി യാതൊരു നടപടി എടുത്തില്ല. ശരിക്കും അന്ന് എന്തെങ്കിലും ഒരു നടപടി പോലെ കറക്റ്റായിട്ട് എടുത്തിന് അന്ന് മോളെ പെട്ട് ജീവൻ. കഴിഞ്ഞ 28-ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. 4 ദിവസത്തിന് ശേഷം പോലീസ് ഒത്തുതീർപ്പിന് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. പിന്നീട് ഇടപെടലുകൾ ഒന്നും ഉണ്ടായില്ല. നല്ല സ്നേഹത്തിൽ ഭയങ്കര സ്നേഹം പിടിച്ചു പറ്റിയിട്ടാണ് ഓന് 3 തവണ ഓന് ആ ബാഗും കഴുത്തിലിട്ട് ഇവിടെ വന്നിട്ട് മൂന്ന് ടൈമിൽ വന്നപ്പോ ആ ബാഗ് ഓന്റെ കഴുത്തിലുണ്ട്. ഇതിൽ കത്തിയാണെന്നുള്ള പ്രതീക്ഷ നമുക്കില്ലല്ലോ. ഇവിടെ ഇരുന്ന ഒരു 10 മിനിറ്റ് ഇവിടെ ഇരുന്നോ സംസാരിച്ചിട്ട് ഇവരുമായിട്ട് നല്ല ഡീസന്റ് പെരുമാറ്റത്തിലാണ് നിന്നത്. പെട്ടെന്ന് കുറച്ച് ഒരു 10 മിനിറ്റ് വരെ ഇരുന്നിട്ട് ഇവിടെ ആധാർ കാർഡും പാൻ കാർഡും ഉള്ള കയ്യെ കൊടുത്ത് മോളെ ചോദിച്ച് ഇപ്പൊ എന്താ ഷൂ ഇടാത്തെന്ന് വെച്ച് ഷൂ ഇടാൻ എനിക്ക് നേരമില്ലാന്ന് പറഞ്ഞ് മോളയിൽ ഫോണ് കൊടുത്ത് മോളെ അകത്തേക്കാക്കി. ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, ഓളെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ആദ്യം കുത്തിങ്ങാന് പിന്നെ ഓളെ അങ്ങോട്ട് ഒന്തി തള്ളിയിട്ട് 2 കത്തി കൊണ്ട് ഓളെ 4 കുത്തി കഴിച്ച് നടക്കുന്നത്. പിന്നെ ഉപ്പ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഓളെ പിടിക്കുമ്പോഴേക്ക് ഉപ്പനെ കുത്തി. 2 കത്തിയുണ്ട് കയ്യിൽ. 2 കത്തിയും ഇതാക്കിയിട്ടാണ് റോഡമ്മയ്ക്ക് കണ്ടിട്ട് തരുന്നത്. കുടുംബത്തിന്റെ പരാതിക്ക് പിന്നാലെ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തുകയും ഷിബിലയുടെ പരാതി കൈകാര്യം ചെയ്ത ഗ്രേഡ് SI നൌഷാദിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനുള്ള പരാതികൾ വിശദമായി പരിശോധിക്കും. പ്രതി യാസിറിന്റെ കുടുംബത്തിനെതിരെയും ഷിബിലയുടെ കുടുംബം ആരോപണം ഉന്നയിച്ചു. യാസിറും ഷിബിലയും തമ്മിൽ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോഴും ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടും പ്രശ്നപരിഹാരത്തിന് യാസിറിന്റെ മാതാപിതാക്കൾ തയ്യാറായില്ല. യാസിറിന്റെ കുടുംബത്തിനും കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. ഇതിന്റെ ശരിക്കും ഇവരുടെ മാതാപിതാക്കളാണ് ഇതിന് ശരിക്കും ഉത്തരവാദി. അവർ ഇതിന് തക്കതായ ഒരു നടപടിയോടുകൂടി ഇതിനെ എടുത്തിനെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഞാൻ അവന്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഉമ്മനെയും വാപ്പനെയും കൂട്ടി ഒന്ന് വരികയാണെങ്കിൽ നമുക്ക് ഇവിടം വെച്ച് പറഞ്ഞു തീർക്കാൻ. ഓര് വന്നില്ല. പള്ളി കമ്മിറ്റി വിളിച്ചിട്ടും വന്നില്ല, ഞാനും ഇവിടേക്ക് വിളിച്ചിട്ടും വന്നില്ല. അവരോട് ഒന്ന് സഹകരിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഓരാണ് ഇതിന് മെയിൻ ഉത്തരവാദി. കൃത്യം നടന്ന ദിവസം 2 കത്തിയുമായാണ് യാസിർ വീട്ടിൽ വന്നത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ യാസിർ കൊല്ലുമെന്ന ഭയമുണ്ടെന്നും മാതാപിതാക്കൾ പറഞ്ഞു. യാസിറിനൊപ്പം നിൽക്കാൻ താല്പര്യമില്ലെന്ന് ഷിബില കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നതായും തുടർന്നാണ് മകളെ കൂട്ടി വീട്ടിൽ വന്നതെന്നും പിതാവ് പറഞ്ഞു. ഇവനെ ഒരു കാലത്തും ഞങ്ങളെയും കൊല്ലും. ഓനി പുറത്തിറങ്ങിക്കുകയാണെങ്കിൽ ഇതിലും വലിയ തോന്നി ഉണ്ടാക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്നോട് ഓന് അത്രക്ക് ദേഷ്യമുണ്ട്. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. ജീവൻ അവിടെ നിന്ന് നഷ്ടപ്പെടണം. ഷിബില വധക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച യാസിറിനെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ വീട്ടിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്.